ഹേ ബേബ്സ് വെൽക്കം ബാക്ക്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രസന്റ് ലൈഫ് കാണിച്ചുകൊണ്ടാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡായിട്ട് പാസ്റ്റ് ലൈഫ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പ്രസന്റ് ലൈഫിൽ ടോപ്പാണെങ്കിൽ ടീയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും കാരണക്കാരൻ നീ മാത്രമാണ്. 3 വർഷത്തിന് മുമ്പ് എന്താ നടന്നത് നിനക്ക് അറിയാലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ടോപ്പിന്റെ ഒരുമാതിരി വിയേഡ് ആയിട്ടുള്ള പെരുമാറ്റം കാണുമ്പോൾ ഫ്ലോക്കിന് നന്നായിട്ട് തന്നെ പേടി വരുന്നുണ്ട്. അവനാണെങ്കിൽ നേരെ നമ്മുടെ ടോപ്പിന് നേർക്ക് ഗണ്ണി ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഷൂട്ട് ചെയ്യുന്ന ഉറപ്പ് വരുമ്പോൾ നമ്മുടെ ടാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലോക്കിനെ പിടിച്ച് മാറ്റുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഗണ്ണിന് വേണ്ടിയിട്ട് ഫ്ലോക്കും ടാനും തമ്മിൽ ആകപ്പാട് പിടിയും വലിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ടീയുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറുവാണ്. ടീയുടെ ശ്രദ്ധ മാറിയെന്ന് മനസ്സിലാക്കുന്ന ടോപ്പ് പെട്ടെന്ന് തന്നെ വന്നിട്ട് നമ്മളെ ടീയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അങ്ങ് താഴത്തേക്ക് വന്ന് വീഴുവാണ്. ഒരു സൈഡിൽ നമ്മളെ ടാനും ഫ്ലോക്കും കൂടി ഗണ്ണിന് വേണ്ടിയാടി, ഒരു സൈഡിൽ ഇവിടെ നമ്മളെ ടീ ആയെന്നുണ്ടെങ്കിൽ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ടോപ്പ്. അടുത്ത് തന്നെ നമ്മളെ വയറ്റ് നിൽപ്പുണ്ട്. വയറ്റിന് പെട്ടെന്ന് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാൻ വയ്യാത്തോണ്ട് തന്നെ അപ്പുറത്താന്നുണ്ടെങ്കിൽ ഒരു ക്യാമറയുടെ സ്റ്റാൻഡ് കിടപ്പുണ്ട്. ആ ഒരു സ്റ്റാൻഡ് എടുത്തോണ്ട് വന്നിട്ട് തലക്കടിക്കുകയാണ്. അപ്പൊ തന്നെ ബോധം പോകുന്നുണ്ട്. അതേ സമയം ഇവിടെ കാണിക്കുന്നത് നമ്മുടെ കപ്പിൾസിനെയാണ്. കപ്പിൾസ് എന്ന് പറയാൻ പറ്റത്തില്ല. നോണ് തിരിച്ചു വന്നാലും വിഷമാണ്, തിരിച്ചു വന്നില്ലേലും വിഷമാണ്. ആർക്കൊക്കെ പീജിൻ കപ്പിൾസിന് ഇഷ്ടമാണെന്ന് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. എനിക്ക് മാത്രമാണോ ഇഷ്ടം അല്ലേന്ന് അറിയണമല്ലോ. ഇവിടെ പീജിന്നു ആണെന്നുണ്ടെങ്കിൽ ലോക്കായി കിടക്കുമല്ലേ ആ ഒരു ബലി കൊടുക്കുന്ന സ്ഥലത്ത്. ഡോറ് തന്നെ ലോക്കായതാണോ അതോ ആരെങ്കിലും ലോക്ക് ചെയ്താണോ ഒന്നും അറിയാൻ വയ്യ. അപ്പൊ നമ്മുടെ ജിന്റെ കയ്യാന്നുണ്ടെങ്കിൽ ഡിസ്ലോക്കേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അതിപ്പോ എങ്ങനെ ഉണ്ടെന്നൊക്കെ പീ ചോദിക്കുന്നുണ്ട്. കുറച്ച് കുറവുണ്ട്, പക്ഷെ എനിക്ക് കുടിക്കാൻ വെള്ളം വേണം. ഇവിടെ എങ്ങനെ വെള്ളം കിട്ടുമോ എന്നൊക്കെ നോക്കാൻ പറയുന്നുണ്ട് നമ്മുടെ പീയുടെ അടുത്ത്. പീ ആണെങ്കിൽ ചെന്ന് നോക്കുമ്പോൾ ആ ഒരു ബലി കൊടുക്കുന്ന സ്ഥലത്തായിട്ട് ഒരു വാട്ടർ ബോട്ടിൽ ഇരിപ്പുണ്ട്. അത് എടുത്തോണ്ട് വന്നിട്ട് നമ്മുടെ ജിന്നു കൊടുക്കുന്നുണ്ട്. ജിന്നാണെങ്കിൽ ആ വെള്ളം കുടിക്കാണ്. വെള്ളം കുടിച്ചിട്ട് നേരെ നമ്മുടെ പീക്ക് കൊടുക്കുമ്പോൾ പീ അത് കുടിക്കാതെ മാറ്റി വെക്കാണ്. എനിക്കിപ്പോ ദാഹിക്കുന്നില്ല, ഇത് ചിലപ്പോ നിനക്ക് ആവശ്യമായിട്ട് വന്നാലോ എന്നൊക്കെ പറഞ്ഞുണ്ട്. ഇവന്റെ ഈ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ ജിന്നി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്റെ അടുത്ത് സ്നേഹത്തോടെയൊക്കെ പെരുമാറുന്നേന്ന്. ഇതേക്ക് നമ്മുടെ പീ ആണെങ്കിൽ അതിപ്പം നിനക്കല്ലേ ഇവിടെ ഇപ്പൊ വയ്യാത്തത്, എനിക്കിപ്പോ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അപ്പൊ നിന്റെ കെയർ ചെയ്യേണ്ടത് അതെന്റെ ഉത്തരവാദിത്തമാണല്ലോ. അതുകൊണ്ടാണെന്നൊക്കെ ഞാൻ അതിനെ പറ്റിയിട്ടല്ല ചോദിച്ചത്. നമ്മൾ 12th grade പഠിക്കുമ്പോഴുള്ള കാര്യം ചോദിച്ചത്. അന്ന് നിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം നിനക്ക് അറിയായിരുന്നല്ലോ. ഞാൻ നിന്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോഴെല്ലാം നീ എന്നെ അവോയ്ഡ് ചെയ്യായിരുന്നു. അതിനുള്ള റീസൺ എന്താന്നൊക്കെ ചോദിച്ചുണ്ട് നമ്മുടെ പീ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ തിരിഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പീയുടെ താടി പിടിച്ചിട്ട്, എനിക്കറിയാം നിനക്ക് ശരിക്കും ടാനയല്ലേ ഇഷ്ടം. ടാനയോട്ട് എല്ലായിടത്തും പോവുകയും ചെയ്യും വരികയും ചെയ്യും. അവനെപ്പോ വിളിച്ചാലും നീ അവന്റെ അടുത്തേക്ക് പോവുകയും ചെയ്യും. അപ്പൊ ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്റെ ക്വസ്റ്റ്യൻസിനൊക്കെ അവോയ്ഡ് ചെയ്ത് കളയും. ഇതൊക്കെ നമ്മളെ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്കും ടാന്റെ ഇടയ്ക്ക് അങ്ങനെ റിലേഷൻഷിപ്പ് ഇല്ലാന്ന്. ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണെന്ന്. ഇതേക്കുന്ന ജിന്നാന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട്, അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് നീ എന്നെ അവോയ്ഡ് ചെയ്ത് കളയുന്നത്? നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ എന്റെ ഒരുമിച്ച് കിടക്കുന്നത്? ഇപ്പോഴെങ്കിലും നിനക്ക് എന്റെ അടുത്തൊന്ന് സത്യം പറഞ്ഞൂടെ? നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടോ ഇല്ലെന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ. ഇതേക്കുന്ന നമ്മുടെ പിയാന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ പറയാൻ വേണ്ടി വരുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ജിന്നിനാണെങ്കിൽ ഡെങ്ങില്ലേ, ഡെങ് എന്ന് പറഞ്ഞാൽ ആ ഒരു സാറ് ട്യൂഷൻ പഠിപ്പിക്കുന്ന ആ ഒരു സാർ ഇവന്റെ അടുത്തേക്ക് ബ്ലഡിലൊക്കെ കുളിച്ചിങ്ങനെ അടുത്തേക്ക് വരുന്നതായിട്ട് അവന് ഫീൽ ചെയ്യാണ്. അവൻ പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. ഇവൻ പേടിക്കുന്ന കാണുമ്പോഴേ പിയാന്നുണ്ടെങ്കിൽ അവനെ തട്ടി വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ നിന്റെ ഹാലുസിനേഷൻ ആണ്, നീ ഒന്ന് ഉണരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജിന്ന് അപ്പോഴും ഡെങ്ങിനെ കാണാൻ പറ്റുകയാണ്. നമ്മുടെ ജിന്നാന്നുണ്ടെങ്കിൽ അയ്യോ ഞാനത് വേണമെന്ന് വെച്ചിട്ടല്ലേ ചെയ്ത്, പേസിന്റെ അടുത്ത് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ ആകെപ്പാടും ഒച്ചപ്പാടും ബഹളമൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് നമ്മുടെ പിയാന്നുണ്ടെങ്കിൽ അവന്റെ കവിളിലിട്ടൊരെണ്ണം പൊട്ടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിന്നാന്നുണ്ടെങ്കിൽ ബോധം വരുന്നുണ്ട്. നമ്മുടെ പിയാന്നുണ്ടെങ്കിൽ ജിന്നെ ഹഗ് ചെയ്ത് കുറച്ചേരം സമാധാനിപ്പിച്ചിട്ട്, ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാണ്, നീ ഇപ്പൊ അനുഭവിക്കുന്നതിന് എല്ലാം കാരണക്കാരൻ ഞാനാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഫ്ലാഷ് ബാക്കിലേക്ക് നമ്മുടെ പി ആണെങ്കിൽ നോന്റെ ആ ഒരു വീഡിയോ കണ്ടിട്ട് നേരെ പോയി ചെന്ന് ഡെങ്കിനെ അടിക്കുന്നുണ്ടല്ലോ. അതിനുശേഷം നോണോട്ട് ബ്രേക്കപ്പ് ചെയ്തിട്ട് വന്ന് കിടക്കുവാണ്. അപ്പൊ അവൻ ഫോൺ എടുത്തിട്ട് നോന്റെ കോണ്ടാക്ട് ലിസ്റ്റ് നോക്കുന്നുണ്ട്. അപ്പൊ അവൻ ആലോചിക്കുന്നത് അവന്റെ അച്ഛനുമായിട്ട് സംസാരിച്ച കാര്യങ്ങളാണ്. അച്ഛന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛനെ ആരെങ്കിലും വിശ്വസിച്ചിട്ട് അച്ഛനെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അതിന് അച്ഛന്റെ മറുപടി, ഒരുപാട് പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അച്ഛൻ എന്താ ചെയ്യാറെന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയി ചെന്ന് സംസാരിക്കും. എന്തെങ്കിലും തെറ്റിദ്ധാരണയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ വേണ്ടി ശ്രമിക്കും. ഇനി അഥവാ അവര് വേണമെന്ന് വെച്ചിട്ടാ ചെയ്തതെന്നുണ്ടെങ്കിൽ ഞാനൊരു സ്റ്റെപ്പ് പുറകോട്ടോ, പിന്നെ അവരോട് മിങ്കിൾ ആവാൻ വേണ്ടി പോകത്തില്ല എന്നൊക്കെ. ഇതൊക്കെ നമ്മുടെ പിയാന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ അവനുമായിട്ട് പോയി ചെന്ന് സംസാരിക്കണമെന്നാണോ? അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ എന്തായാലും അവനോട്ട് പോയി ചെന്ന് സംസാരിക്കണം, സംസാരിച്ചെല്ലാം ക്ലിയർ ചെയ്യണമെന്നൊക്കെ. അപ്പൊ നമ്മുടെ പിയാന്നുണ്ടെങ്കിൽ ഇല്ല, ഞാൻ അവനോട്ട് സംസാരിക്കത്തില്ല എന്ന് പറയണേ. ഇപ്പൊ ഇതൊക്കെ ആലോചിച്ചിട്ട് ഇവനിങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ നോന്റെ അടുത്ത് നിന്ന് കോള് വരുന്നുണ്ട്. ഇവൻ പെട്ടെന്ന് തന്നെ കോളങ്ങ് കട്ട് ചെയ്ത് കളയാണ്. അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിലും ഇവന്റെ മൈൻഡ് മാറുന്നില്ല. കാരണം ഇവന് ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ നമ്മുടെ നോണിനെ. അങ്ങനെ പിന്നെ ആലോചിക്കുമ്പോൾ അച്ഛൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ അവന്റെ അടുത്ത് സംസാരിക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി സംസാരിക്കണം, സമയത്തിന് ഒരുപാട് വിലയുള്ളതാണ്. ഞാൻ നിന്റെ അമ്മയടുത്ത് കറക്റ്റ് ടൈമിൽ സംസാരിക്കുന്ന കാരണമാണ് ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആവേണ്ടി വന്നത്. അങ്ങനെ ഒരു അവസ്ഥ നിനക്കുണ്ടാവാൻ പാടില്ല, സംസാരിക്കാന്നുണ്ടെങ്കിൽ നേരെ തന്നെ സംസാരിക്കണമെന്നൊക്കെ. പെട്ടെന്ന് തന്നെ നമ്മുടെ പിയാന്നുണ്ടെങ്കിൽ നോണിനെ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ കോള് കണക്ട് ആവുന്നില്ല. അങ്ങനെ ഇവര് നേരെ നോണിന്റെ വീട്ടിലേക്ക് വരുവാണ്. വീടിന്റെ ഫ്രണ്ട് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് തവണ വിളിക്കുന്നുണ്ട്. പക്ഷെ നോൺ വിളിയേക്കുന്നില്ല. നോക്കുമ്പോഴാണെങ്കിൽ ഡോർ ഓപ്പൺ ആയിട്ട് കിടക്കാണ്. ഇവൻ നേരെ നോണിന്റെ റൂമിലേക്ക് വരുവാണ്. റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു സ്ക്രിപ്റ്റ് ഇരിപ്പുണ്ട്. സ്ക്രിപ്റ്റിന്റെ ആ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് അവൻ എഴുതി വെച്ചിട്ടുണ്ട്, എന്നെ എല്ലാരും കൂടി ചേർന്ന് ചീറ്റ് ചെയ്തു, എന്നെ കൊണ്ട് കുറെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യിച്ച് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചു. അതിനുശേഷം എന്റെ വീഡിയോ ലീക്ക് ആക്കി എന്റെ ബോയ് ഫ്രണ്ട് എന്നെ വിട്ടിട്ട് പോയി. ഇനി എന്റെ ലൈഫിൽ ഒന്നും സംഭവിക്കാനില്ല, അതുകൊണ്ട് തന്നെ എല്ലാരും അനുഭവിക്കണമെന്നൊക്കെ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് നോണിന്റെ അമ്മ വരുന്നുണ്ട്. നീ എപ്പോഴാ വന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അതോ ഞാൻ നോണ് തിരക്കി വന്നത്, നോണ് കോളൊന്നും ചെയ്തിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിൽ അപ്പൊ പിന്നെ നോൺ നിന്റെ അടുത്തൊന്നും പറഞ്ഞില്ലേ, അവന്റെ ഫ്രണ്ട്സിനൂടെ ഷൂട്ടിങ്ങിന്
ഔട്ടിങ്ങിന് പോയേക്കാണെന്ന്. ഇദ്ദേഹം പി ആണെങ്കിൽ ഇല്ല എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അവൻ വിളിച്ചിട്ട് കോളും എടുക്കുന്നില്ല. അതൊക്കെ അതിനെ പറ്റിയിട്ടൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് ഒരു കാര്യം മാത്രമേ അറിയത്തുള്ളൂ, അവര് ഷൂട്ട് ചെയ്യാൻ പോയേക്കുന്ന ആ ഒരു സ്ഥലത്ത് അങ്ങനെ റേഞ്ച് ഒന്നും കിട്ടത്തില്ല എന്ന്. അപ്പൊ നമ്മുടെ പി ആണെങ്കിൽ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ. ഒരു കാര്യം പറയാം, അടുത്ത പ്രാവശ്യം വരുമ്പോഴേ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വീടിന്റെ അകത്തോട്ട് കയറരുത്, പുറത്ത് നിന്ന് കോളിംഗ് ബെല്ല് അടിച്ചിട്ട് വേണം കയറാന്, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും വല്ല കള്ളന്മാരും വല്ലതും ആയിരിക്കും എന്നൊക്കെ. ഇതും പറഞ്ഞിട്ട് അമ്മ അവിടുന്ന് പോകുന്നുണ്ട്. പി ആണെന്നുണ്ടെങ്കിൽ പിന്നെയും ആ ഒരു സ്ക്രിപ്റ്റ് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം പി ആണെങ്കിൽ ന്യൂസ് കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ടൈമിൽ അവൻ മിസ്സിംഗ് ആണെന്നുള്ള കാര്യം ഇവൻ അറിയാണ്. ഇവൻ പെട്ടെന്ന് തന്നെ ഷോക്ക് ആവുന്നുണ്ട്. അപ്പൊ ന്യൂസിനകത്ത് പറയുന്നത് ആ ഒരു വീഡിയോ ലീക്ക് ആയതിനു ശേഷം കേങ്ങും നോണും കൂടി ഒരുമിച്ച് ഒളിച്ചോടി പോയതാണെന്നൊക്കെ. ഇവൻ ഈ ന്യൂസ് ഒക്കെ കണ്ട് ഷോക്ക് ആയിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. നീയല്ലേ നോന്റെ ബോയ് ഫ്രണ്ട്, നോൺ എവിടെ പോയെന്നൊക്കെ ചോദിച്ചുണ്ട്. ആ ഒരു മെസ്സേജ് വരുന്നത് നമ്മുടെ നോന്റെ ബ്രദർ ആയിട്ടുള്ള ന്യൂയുടെ അടുത്ത് നിന്നാണ്. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മുടെ പീക്കാണെങ്കിൽ ന്യൂവിനെ അറിയത്തില്ല, ഇതാരും എനിക്ക് തരാതെ മെസ്സേജ് അയക്കുന്നതെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അതേസമയം ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ടാനെയാണ്. നമ്മുടെ ടാന് വേറെ ആരും അല്ല, നമ്മുടെ നോന്റെ ബ്രദർ ആയിട്ടുള്ള ന്യൂ ആണ്. അവൻ ഇതേപോലെ ഫോണിൽ ന്യൂസ് കണ്ടോണ്ട് വരുവാണ്. പിന്നെ കാണിക്കുന്നത് ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ ടെലികാസ്റ്റിന്റെ അവിടെയാണെങ്കിൽ പി വന്നിട്ടുണ്ടായിരുന്നല്ലോ. പി ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ടൈമിൽ അവൻ ആരോ ഒരാൾ വിളിക്കുന്നുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലെ പറഞ്ഞില്ലായിരുന്ന ഗൈസ്, അത് ടാൻ തന്നെ ആയിരിക്കും എന്ന്. അതിനുശേഷം രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പി ആണെന്നുണ്ടെങ്കിൽ നേരത്തെ എന്നെ നോന്റെ റൂമിൽ നിന്ന് കിട്ടിയ ആ ഒരു സ്ക്രിപ്റ്റ് ഇല്ലേ, അത് നമ്മുടെ ടാൻ അയച്ചു കൊടുത്തേണ്ടായിരുന്നു. ആ ഒരു സ്ക്രിപ്റ്റ് വായിച്ചു എന്നൊക്കെ നമ്മുടെ ടാൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചായിരുന്നു, പക്ഷെ നമ്മളിപ്പോ ഇവിടെ കണ്ട ഷോർട്ട് ഫിലിമിന്റെ സ്ക്രിപ്റ്റും അവൻ എഴുതിയ സ്ക്രിപ്റ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതിന്റെ അർത്ഥം നോൺ എഴുതിയിട്ടുള്ള ആ ഒരു സ്ക്രിപ്റ്റ് അല്ല അവർ ഈ ഷോർട്ട് ഫിലിമിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്ക് നോണിനെ പറ്റിയ ഒരു കാര്യം അറിയാം. അവൻ ചെറുപ്പം മുതലേ അവൻ എന്ത് സംഭവിച്ചാലും ഒന്നുകിൽ അവൻ അത് എഴുതി വെക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവന് വരച്ചു വെക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം അവൻ ചെയ്യാതിരിക്കത്തില്ല. അപ്പൊ അവന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ അത് അവൻ എവിടെയെങ്കിലും എഴുതി വെച്ചേക്കൊണ്ടായിരിക്കും നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹം പി ആണെങ്കിൽ അങ്ങനെ അവനെ എഴുതി വെക്കേണ്ട ആവശ്യം എന്താ? അത് എന്ത് കാര്യമാണെങ്കിലും അത് നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞുകൂടെന്ന്. ടാനാണെങ്കിൽ പെട്ടെന്ന് ഇവരെങ്കിലും സൂക്ഷിച്ചു നോക്കിയിട്ട് അത് ചിലപ്പോൾ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമെല്ലാം ആയിരിക്കും, അതുകൊണ്ടായിരിക്കും നമ്മുടെ അടുത്ത് പറയാത്തതെന്നൊക്കെ. അങ്ങനെ അതിനുശേഷം നമ്മുടെ ടാനാന്നുണ്ടെങ്കിൽ നേരെ അമ്മയെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പൊ ടാന്റെ അമ്മയെന്നുണ്ടെങ്കിൽ ആകെപ്പാട് വിഷമത്തിലാണ്. നീ ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കെയർ ചെയ്യാൻ പോലും പറ്റിയില്ല, നിനക്ക് ഞങ്ങളുടെ ദേഷ്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവനാണെങ്കിൽ അമ്മ എന്തിനാ അതിന്റെ ദേഷ്യപ്പെടുന്നത്, നമുക്കിപ്പോ ഏറ്റവും വലിയ കാര്യം നോണ്ട് കാര്യമില്ലേ, നോണ്ട് കാര്യം വേണ്ടായി നമ്മൾ തിരക്കാന്, എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല എന്ന് പറയണേ. ഇദ്ദേഹം അമ്മയ്ക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമാവുന്നുണ്ട്. അമ്മ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ടാൻ ആണെങ്കിൽ നേരെ വരുന്നത് നോന്റെ റൂമിലേക്കാണ്. അവന്റെ കയ്യിലൊരു ബോക്സും ഉണ്ട്. അപ്പൊ അവൻ ആലോചിക്കുന്നത് അവൻ ഇംഗ്ലണ്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് നോന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. നോൺ ആണെങ്കിൽ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നോർമലി ഇവര് തമ്മിൽ അധികം സംസാരിക്കാറില്ലെന്ന് തോന്നുന്നു, കാരണം ഇവരെ സംസാര രീതിയിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ടാൻ ആണെങ്കിൽ നോന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ പുതിയ കഥ എഴുതുവാണോ, കഥ ഏതാന്ന് എന്റെ അടുത്ത് പറയാന്നുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് കൂടി പറയാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഒരുപാട് വ്യൂസ് കിട്ടുമല്ലോ എന്നൊക്കെ. ഇതേക്കുന്ന നോണാന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പുതിയതായിട്ട് എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വരുന്നത്, നോർമലി ഞാൻ നിനക്കൊരു കഥ അയച്ചെന്നാൽ പോലും നീ അത് വായിക്കത്തില്ല, നീ ഞാനോട് സംസാരിക്കത്തില്ല, ഞാൻ എന്ത് ചോദിച്ചാലും നീ എനിക്ക് റിപ്ലൈ തരാറില്ല, ഇപ്പൊ എന്താ പുതുമയായിട്ട് വന്നൊന്ന് സംസാരിക്കുന്നു ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ല, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നില്ലേ, അത് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് മിണ്ടായിരുന്നത്, പക്ഷെ എനിക്കിപ്പോ സ്കോളർഷിപ്പ് കിട്ടി, ഞാൻ ഉടനെ തന്നെ ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു പറയണേ. ഇതേക്ക് നമ്മളെ നോണാന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. ഷോക്കായിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഒരുമാതിരി കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയുന്നുണ്ട്. നമ്മളെ ടാനാന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമമുണ്ടെന്ന് തോന്നുന്നു നോണിനെ വിട്ടിട്ട് പോകുന്നതില്. അപ്പൊ അവൻ പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വരുമ്പോഴേ ഇംഗ്ലണ്ടിലെ ഏറ്റവും നല്ല സ്നാക്സ് ഞാൻ നിനക്ക് വാങ്ങിച്ചോട്ട് തരും, എന്നിട്ട് നമുക്ക് അവിടേക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ടാൻ ആണെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ചു വരുന്ന ടൈമിൽ നോണിന് വേണ്ടിയിട്ട് സ്നാക്സും വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ടാൻ ആണെങ്കിൽ അച്ഛന്റെ അമ്മയുടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. അങ്ങനെ ഡ്രൈവർ ചോദിക്കുന്നുണ്ട് എയർപോർട്ടിലേക്ക് അല്ലേന്ന്. നമ്മുടെ ടാൻ ആണെങ്കിൽ അല്ല, എയർപോർട്ടിലേക്ക് പോകണ്ടെന്ന് പറയാണ്. പിന്നെ ഇവിടെ സ്കൂളിലാണ് കാണിക്കുന്നത്. സ്കൂളിൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോഴേ ടീച്ചർ പറയുന്നുണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് പുതിയ സ്റ്റുഡൻസ് വന്നിട്ടുണ്ടെന്നൊക്കെ. പെട്ടെന്ന് ഇവന്മാരാന്നുണ്ടെങ്കിൽ എന്തെന്ന് 12th ഗ്രേഡിൽ പുതിയ സ്റ്റുഡൻസാ, അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ എന്നൊക്കെ. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അവിടേക്ക് വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ പിയും ടാനും ആണ്. പിയാന്നുണ്ടെങ്കിൽ അവന്റെ പേരൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ടാന്റെ ഊഴമാണ്. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നമ്മുടെ ടാൻ ആണെങ്കിൽ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോവാതെ നേരെ വരുന്നത് പിയെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പി പറയുന്നുണ്ട്, ഞാൻ ഓൾറെഡി +2 പഠിക്കേണ്ടതാണ്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല, പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല, നീ +2 പഠിക്കേണ്ടതല്ല, അതുകൊണ്ട് തന്നെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാല് ആകെപ്പാട് പ്രശ്നമാവുന്നൊക്കെ. അപ്പൊ ടാൻ ആണെങ്കിൽ അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്, പക്ഷെ ഇനി മുതലേ നീ എന്നെ ന്യൂ എന്ന് വിളിക്കാൻ പാടില്ല, ഇനി മുതൽ എന്നെ ടാൻ എന്ന് വേണം വിളിക്കാൻ, എനിക്ക് അറിയണം നോണിന് എന്താ സംഭവിച്ചെന്ന്, നീ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കണ്ട, നീ ജസ്റ്റ് പോകണം, പഠിക്കണം, അത്ര മാത്രം ചെയ്താൽ മതി, ഇതെല്ലാം എനിക്ക് വിട്ടു തന്നേക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടാൻ ആണെങ്കിൽ അവന്റെ പേര് പറയാണ്, എന്റെ പേര് ടാൻ ആണെന്നൊക്കെ. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്ലൂക്കാന്നുണ്ടെങ്കിൽ പഠിപ്പിച്ചില്ലേ, പഠിച്ചോണ്ടേയിരിക്കുകയാണ്. ജിന്നിനാണെങ്കിൽ ഫോട്ടോഗ്രാഫിങ് ഒരുപാട് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് തന്നെ അവൻ ക്യാമറ എടുത്ത് വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇവരാന്നുണ്ടെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പിയുടെ നേർക്കാണ്. പിയെ നോക്കിയിട്ട് ഒരുമാതിരി ഒരു ചിരിയൊക്കെ അങ്ങ് പാസ്സാക്കുന്നുണ്ട്. അപ്പം കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കിയിരുന്നിങ്ങനെ ചിരിക്കുകയാണ്. ഇവര് രണ്ടുപേരും അവിടെ കാണുമ്പോഴേ നമ്മുടെ ടീയാന്നുണ്ടെങ്കിൽ പേരൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവരും പേര് പറയാണ്. പേരൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങളോട് കളിച്ചോളാൻ പറയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഫുട്ബോളൊക്കെ കളിച്ചോണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ ജിന്നാണെങ്കിൽ പിയുടെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴേ ടോപ്പാന്നുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പരസ്പരം അറിയാമോ എന്നൊക്കെ. ഇതേക്കുന്ന ടാൻ ആണെങ്കിൽ
പറയുകയാണെങ്കിൽ ഇല്ല ഞങ്ങൾക്ക് രണ്ടും പരസ്പരം ഒന്നും അറിയത്തില്ല, അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നപ്പോ പരസ്പരം മീറ്റ് ചെയ്തതാണൊക്കെ, ഇതേക്ക് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ, 12th ഗ്രേഡിൽ എന്താ നിങ്ങൾ ഇവിടേക്ക് വന്നേന്നൊക്കെ, അതോ എന്റെ അച്ഛനും അമ്മയുടെ ജോലി ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആക്കി പിന്നെ ഞാനും അവരോട് വന്നെന്നൊക്കെ ടാന്, ഇതേക്ക് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാനും അങ്ങനെ തന്നെ വന്നേന്ന് പറയാണ്. ടാൻ എന്തിനാ ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ ആ ഒരു ഷോർട്ട് ഫിലിം എടുത്ത ആ ഒരു ജാന്ത എന്ന് പേരുള്ള ആ ഷോർട്ട് ഫിലിം എടുത്തത് നിങ്ങളല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പോറാണെങ്കിൽ അതിനെപ്പറ്റി നിനക്കറിയാന്ന് ചോദിക്കുകയാണ്. എനിക്കറിയായിരിക്കുമോ, ഞാനും ആ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു, സൂപ്പർ ഷോർട്ട് ഫിലിം ആണ്, അതൊക്കെ പോട്ടെ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആരാന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ എല്ലാരും ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്, ആരും ഒന്നും പറയുന്നില്ല. പോറാണെങ്കിൽ അത് ആ സ്ക്രിപ്റ്റ് എഴുതി ഞാനാണെന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ടാനാണെങ്കിൽ ഓ നീയാണ് എഴുതിയത്, സൂപ്പർ ആയിട്ടുണ്ട്, നല്ല സ്ക്രിപ്റ്റ് ആണെന്നൊക്കെ. ആക്ച്വലി അത് ഞാൻ മാത്രമല്ല എഴുതിയത്, എന്റെ കൂടെ എല്ലാരും ഉണ്ടായിരുന്നു, എല്ലാരും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ എഴുതിയെന്നൊക്കെ. അപ്പൊ തന്നെ നമ്മുടെ ചെയ്യാന്നുണ്ടെങ്കിൽ വിഷയം മാറ്റാൻ വേണ്ടിട്ട് എല്ലാരും പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാം, നമുക്ക് ക്ലാസ്സിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. തൊട്ട് പറയാതെ തന്നെ എല്ലാരും ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ പിയും ടാനും കൂടി പരസ്പരം നോക്കിയിട്ട് അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം ആരും അറിയാതെ ടാനും പിയും കൂടി മീറ്റ് ചെയ്യാണ്. അപ്പൊ ടാൻ ആണെങ്കിൽ സിഗരറ്റ് വലിക്കുന്നുണ്ട്. നീ ഇവിടെ വെച്ച് സിഗരറ്റ് വലിക്കില്ല, ആരും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവുന്നൊക്കെ പി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവിടെ കൂടെ ഒരു സാറ് പോകുന്നുണ്ട്. ടാനാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സിഗരറ്റ് എടുത്ത് മാറ്റുകയാണ്. മാറ്റിയപാടെ തന്നെ ആ ഒരു പോറൊരു കള്ളനാണ്, എന്റെ അനിയൻ എഴുതിയ ആ സ്ക്രിപ്റ്റ് ആണത്. എന്നിട്ട് അവൻ പറയുന്ന നോക്കി അവനാണ് എഴുതിയെന്ന്, ഇവരൊക്കെ ശരിക്കും കള്ളന്മാരാണെന്നൊക്കെ നമ്മുടെ ടാൻ ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ടാൻ അത് തന്നെയല്ലേ സത്യം, നമ്മൾ വായിച്ച ഒരു സ്ക്രിപ്റ്റ് വേറെയാണ്, ഷോർട്ട് ഫിലിമിൽ കണ്ട സ്ക്രിപ്റ്റും വേറെയാണ്, എനിക്ക് തോന്നുന്നത് പോറ് തന്നെ എഴുതിയ സ്ക്രിപ്റ്റ് ആയിരിക്കും അതെന്നൊക്കെ നമ്മുടെ ഈ പറയുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നോണാന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സ്ക്രിപ്റ്റ് എഴുതിയപ്പോണ്ടായിരുന്നല്ലോ, ആ ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും ഇവര് കണ്ടിട്ടുണ്ടായിരിക്കുക. പിന്നെ അവര് രണ്ടാമതൊന്ന് തിരുത്തി എഴുതി നമ്മുടെ പോറിനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ടായിരിക്കും ഇവര് ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അവിടെ ഉണ്ടായത്. നമ്മുടെ പി ആന്നുണ്ടെങ്കിൽ പോറിന്റെ സൈഡിൽ നിന്ന് സംസാരിക്കുന്ന കേൾക്കുമ്പോഴേ ടാനാന്നുണ്ടെങ്കിൽ നീ എന്ത് പറയുന്നത്, അവന്മാരെല്ലാം കള്ളന്മാരാണ്, എനിക്ക് ഉറപ്പാണ്, അവന്മാര് കാണാൻ തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത്. അതേപോലെ തന്നെ ഞാൻ എന്റെ അച്ഛന്റെ അമ്മ എടുത്ത് ഇംഗ്ലണ്ടിൽ പോകുന്നതെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്നിട്ടും എനിക്ക് എന്നെ നോണ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ശരിയാവത്തില്ല, ഞാൻ അവന്മാരെ ഉപയോഗിച്ചിട്ട് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുമെന്ന് പറയാണ്. ഇതേന്ന് പിയാന്നുണ്ടെങ്കിൽ പക്ഷെ അവന്മാരെ കൂട്ടത്തിൽ ഒരാളെ മാത്രമേ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയുള്ളൂ, അത് ജിന്നാണ്, വേറൊന്നും കൊണ്ടല്ല. ഞാൻ എപ്പോഴൊക്കെ നോണിനെ പറ്റി സംസാരിച്ചാലും അവൻ ഒരുപാട് വിയേർഡായിട്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ക്ലാസ്സിൽ എല്ലായിടത്തും തിരക്കായിരുന്നു, എല്ലാരും പറഞ്ഞത് നോണായിട്ട് ക്ലോസ് ജിൻ മാത്രമാണെന്നാണ്. നമ്മൾ അവനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ അടുത്തൊന്നും സത്യങ്ങൾ മൊത്തം അറിയാൻ പറ്റുമെന്നൊക്കെ പി പറയുന്നുണ്ട്. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, നീ അവനോട് ക്ലോസ് ആവാൻ ശ്രമിക്കുക, അങ്ങനെ ക്ലോസ് ആയ ശേഷം അവൻ എന്ത് പറഞ്ഞാലും നീ എന്റെ അടുത്ത് ഒന്ന് പറയണമെന്നൊക്കെ ടാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ പിയാന്നുണ്ടെങ്കിൽ ജിന്നോട് ക്ലോസ് ആവാൻ ശ്രമിക്കുകയാണ്. ജിന്നിന് ഫോട്ടോഗ്രാഫിന് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ അവനാന്നുണ്ടെങ്കിൽ ഫോട്ടോസ് എടുത്തുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അവന്റെ അടുത്തേക്ക് ആണെങ്കിൽ പി വരുന്നുണ്ട്. പി ആണെങ്കിൽ നമ്മുടെ ജിന്റെ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഫോട്ടോഗ്രാഫിങ് ഒക്കെ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് ജിന്നു പറയുന്നുണ്ട്. എനിക്കും നിന്നെ പോലെ തന്നെയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. അപ്പൊ ജിന്നിന് കുറച്ചുകൂടി അടുപ്പം തോന്നുന്നതാണ്, കാരണം ജിന്നിന് ഫോട്ടോഗ്രാഫിങ് ഇഷ്ടമാണ്, അതേപോലെ തന്നെ നമ്മുടെ പിക്ക് ഫോട്ടോഗ്രാഫിങ് ഇഷ്ടമാണ്. അങ്ങനെ ഇവര് തമ്മിൽ സംസാരിക്കുന്നതൊക്കെ ടാനും വന്നൊന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ പിയാന്ന് ഇവന്റെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ വേറൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാം, അവിടെ വെച്ചിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാന്നൊക്കെ. അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരം എല്ലാരും കൂടി ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ജിന്നാന്നുണ്ടെങ്കിൽ വീഴുന്നുണ്ട്, അവന്റെ കയ്യാന്നുണ്ടെങ്കിൽ ഉളുക്കുവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ പിയാന്നുണ്ടെങ്കിൽ അവന്റെ ഷട്ടൊക്കെ ഊരിയിട്ട് കൈ ഇങ്ങനെ കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒടിഞ്ഞു പോകുമ്പോൾ കൈ കെട്ടി വെച്ച് കൊടുക്കത്തില്ലേ, നമ്മൾ മുമ്പത്തെ ഒരു എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, പെട്ടിക്കകത്ത് നിന്ന് രണ്ടുപേരും കൂടി താഴെ വീണിട്ട് നമ്മുടെ ജിന്നിന്റെ കൈ ഉളുക്കുന്നത്. അന്നേരം നമ്മുടെ ഈ ഒരു പരിപാടി തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. നമ്മുടെ ജിന്നാന്നുണ്ടെങ്കിൽ പിയ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കുവാണ്. അതിനുശേഷം കാണിക്കുന്നത് ഇവരുടെ ആ ഒരു സ്കൂൾ ലൈഫാണ്. ഇവരെല്ലാരും പരസ്പരം ഭയങ്കരമായിട്ട് ക്ലോസ് ആവുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ വൈറ്റിനെയും കാണിക്കുന്നുണ്ട്, വൈറ്റും ടീയും തമ്മിൽ ഇഷ്ടത്തിലാവുന്നുണ്ട്. അങ്ങനെ ഇവൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ നോണ് പ്രപ്പോസ് ചെയ്ത ആ ഒരു സ്ഥലമില്ലേ, പുഴയാന്ന് എന്ത് സാധനം എനിക്കറിയത്തില്ല, പുഴയാന്ന് തോന്നുന്നു, അതിന്റെ സൈഡിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ അവിടെ വന്നിട്ട് നമ്മുടെ ജിന്നാന്നുണ്ടെങ്കിൽ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ജിന്ന് പറയുന്നുണ്ട്, നീ ഒരു സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞെങ്കിലും ഇത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ. നമ്മുടെ പി ആണെങ്കിൽ ഈ സ്ഥലം കാണാൻ സൂപ്പർ ആണെന്നൊക്കെ. അപ്പൊ ജിന്ന് ചോദിക്കുന്നുണ്ട്, ഇതിനു മുമ്പ് നീ വേറെ ആരെങ്കിലും ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ. എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് നമ്മുടെ പി പറയാണ്. എനിക്ക് ഇഷ്ടമുള്ള ആളോ, നിനക്ക് ഇഷ്ടമുള്ള ആളെന്നൊക്കെ പറയുമ്പോൾ ആളെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജിന്ന് ചോദിക്കാണ്. അപ്പൊ പി പറയുന്നത് ആള് ശരിക്കും കാണാൻ ക്യൂട്ടാണ്, ഒരുപാടൊന്നും സംസാരിക്കത്തില്ല, ഭയങ്കര കാമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജിന്ന് വിചാരിക്കുന്നത് ജിന്നിനെ പറയാണെന്നാണ്. അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം അവിടെ പി ആണെങ്കിൽ ജിന്നിനെ അവന്റെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ പോലെ തന്നെ ജിന്നാന്നുണ്ടെങ്കിൽ പിയെ വിട്ടു പോകാൻ മനസ്സിലാന്ന് തോന്നുന്നു. അവൻ ചോദിക്കുന്നുണ്ട്, നിന്റെ വീട് ഇവിടുന്ന് ഒരുപാട് ദൂരമല്ലേ, നൈറ്റ് നിനക്ക് ഡ്രൈവ് ചെയ്യണോ, എന്റെ വീട്ടിൽ നിന്ന് സ്റ്റേ ചെയ്തുകൂടെ എന്നൊക്കെ. ഇവൻ ഇതൊക്കെ ചോദിക്കുന്നത് നമ്മുടെ പിയുടെ കൈയുടെ പുറത്ത് വെച്ച് ഒരുമാതിരി സെഡ്യൂസ് ചെയ്യുന്ന രീതിയിലാണ്. ഇതിരിക്കുന്നത് നമ്മുടെ പിക്കാന്നുള്ള കാര്യം കത്തുന്നുണ്ട്. ഇന്ന് നൈറ്റ് ഞാനിവിടെ സ്റ്റേ ചെയ്യാന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ മാറിയിടാൻ ഡ്രസ്സൊന്നും ഇല്ലാന്ന് പറയണേ. അതൊന്നും കുഴപ്പമില്ലാന്നുള്ള രീതിയിലാണ് നമ്മുടെ ജിന്റെ നോട്ടം. പിന്നെ കാണിക്കുന്ന രണ്ടുപേരും കൂടി കിസ് ചെയ്ത് നേരെ റൂമിലേക്ക് ചെല്ലുന്നതാണ്. അപ്പൊ നമ്മുടെ പി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറിയിടാൻ ഡ്രസ്സൊന്നും ഇല്ലാന്ന്, അതുകൊണ്ടാന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറ്റുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കാര്യത്തിലേക്ക് കിടക്കുവാണ്. അതിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ പി ആണെന്നുണ്ടെങ്കിൽ ജിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ഹാർഷായിട്ട് ഒന്നും ചെയ്യത്തില്ല, നിന്റെ കൈ ഡിസ്ലോക്കേറ്റഡ് ആയിട്ടിരിക്കല്ലേ, പിന്നെ അങ്ങനെ ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ. അതിന് അത്രയും ടൈം ഒരു ആര് ചെയ്യുന്നതൊക്കെ നമ്മുടെ ജിൻ ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി എന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പിയും പറയാണ്. ഹാർഷായിട്ട് ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതെല്ലാം ഹാർഷായിട്ടാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം പിറ്റേ
ദിവസമാണ് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ പി ആണെങ്കിൽ ഫ്രഷ് ആയിട്ട് വരികയാണ്. അന്ന് നോക്കുമ്പോഴേ ജിന്ന് നല്ല ഉറക്കത്തിലാണ്. ആദ്യം കാലൊക്കെ ടച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമ്മുടെ ജിന്ന് എഴുന്നേക്കുന്നില്ല. നേരെ അവന്റെ അടുത്തേക്ക് എന്നിട്ട് പതിയെ ജിന്ന് എന്ന് വിളിക്കുകയാണ്. ജിന്നാന്നല്ലേ പെട്ടെന്ന് നോക്കിയിട്ട് നേരെ കുഴിച്ചെന്ന് കിസ് ചെയ്യാണ്. അങ്ങനെ ഇന്നലെ നൈറ്റ് നടന്നതിന്റെ ബാക്കി സംഭവം പിന്നെ അരങ്ങേറുവാണ്. അപ്പോൾ ജിൻ ചോദിക്കുന്നുണ്ട് സ്കൂളിൽ പോകാൻ ലേറ്റ് ആവത്തില്ല എന്നൊക്കെ. ലേറ്റ് ആവത്തില്ല, എനിക്ക് അതിന് വേണ്ടിയിട്ട് അധികം ടൈം ഒന്നും വേണ്ടാന്ന് നമ്മുടെ പി പറയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ പിക്ക് ആണെങ്കിൽ ഇടാൻ ഡ്രസ് ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് ജിന്റെ യൂണിഫോം ഇട്ടുകൊണ്ടാണ് അന്ന് അവന് സ്കൂളിലേക്ക് ചെല്ലുന്നത്. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാനിന് മനസ്സിലാവാണ്. നീ എന്റെ അനിയനെ ചീറ്റ് ചെയ്യാറുണ്ടെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. ഞാൻ നിന്റെ അനിയനെ ചീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആ ഒരു ടൈമിൽ ഓർത്തത് ഫുള്ള് നോണിനെയാണ്. ഞാൻ നോണിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവന്റെ അടുത്ത് സത്യങ്ങളൊക്കെ അറിയണ്ടേ, അതിനു വേണ്ടിയിട്ട് ഞാൻ അവനൊരു ക്ലോസ് ആയെന്നൊക്കെ പി പറയുന്നുണ്ട്. ആക്ച്വലി ഗൈസ് പി അത് പറയുമ്പോഴും പിയുടെ മോത്താന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമം വരുന്നുണ്ട്. ഇത് അവന് ശരിക്കും നോണിന്റെ മേലുള്ള ഇഷ്ടം അത് കൂടി വരുവാണോ അതോ ജിന്റെ മേലുള്ള ഒരു ഇഷ്ടം ഉണ്ടോ ഒന്നും അറിയാൻ വയ്യ. അപ്പൊ ടാൻ പറയുന്നുണ്ട് നീ എത്ര പ്രാവശ്യം വേണമെങ്കിലും അവനോട് ഇന്റിമേറ്റ് ആയിക്കോ, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷെ നീ ഒരിക്കലും അവനെ സ്നേഹിക്കാൻ പാടില്ല. ഇദ്ദേഹം നമ്മുടെ പിയുടെ ഫേസ് ആണെങ്കിൽ ഒന്നുകൂടി മാറുവാണ്. അവനോട് സംസാരിച്ച് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് എന്റെ അടുത്ത് ഒന്ന് പറയണമെന്ന് ടാൻ പറയുന്നുണ്ട്. അതേസമയം പോലീസ് സ്റ്റേഷനിലാണ് കാണിക്കുന്നത്. ഒരു പോലീസിനെയാണ് കാണിക്കുന്നത്. അയാൾ ആരോ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആ ഒരു കേസ് ഞാൻ ഇത്രയും പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാന്നൊക്കെ. അപ്പൊ അവിടേക്ക് നോണിന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. നോണിനെ പറ്റിയിട്ടുള്ള എന്തോ ഒരു എവിഡൻസ് കിട്ടിയിട്ടുണ്ടെന്ന് അവർ അറിഞ്ഞിട്ടുണ്ട്. അത് അറിഞ്ഞു വെച്ചിട്ടാണ് അവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നോണിന്റെ അച്ഛന്റെ ഫോണിലേക്ക് കടക്കാരെ വിളിക്കുന്നുണ്ട്. അച്ഛനാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോളങ്ങ് കട്ട് ചെയ്ത് കളയാണ്. അപ്പൊ അമ്മ പറയുന്നുണ്ട് എനിക്ക് ഡോക്ടർ പുതിയ മെഡിസിൻസ് ഒക്കെ തന്നു. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നോൺ എന്തുകൊണ്ടാണ് അത്രയധികം മെഡിസിൻസ് ഒക്കെ കഴിച്ചതെന്ന്. ആക്ച്വലി നമ്മുടെ നോണിന്റെ അമ്മ ഭയങ്കര ഡിപ്രഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ ആ ഒരു പോലീസ് അവിടേക്ക് വരുന്നുണ്ട്. നോണിന്റെ അച്ഛനും അമ്മയും നേരെ പോലീസിന്റെ അടുത്തേക്ക് നിന്നിട്ട് നിങ്ങൾക്ക് എന്താ വീഡിയോസ് കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞല്ലോ, ആ ഒരു വീഡിയോസ് ഞങ്ങളെയും കൂടി കാണിക്കുമോ, അത് എന്റെ മകൻ നോൺ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ അമ്മ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. പോലീസാണെന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആയിട്ടുള്ള എവിഡൻസ് ആണ്. അത് അത്ര പെട്ടെന്നൊന്നും ഞങ്ങൾക്ക് നിങ്ങളെ കാണിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. വേറെ എന്തെങ്കിലും എവിഡൻസ് കാര്യങ്ങൾ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അറിയിച്ചോളാം എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. ഇതേക്കുന്ന അമ്മയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് നിങ്ങൾ എന്റെ മകന്റെ കേസ് സീരിയസ് ആയിട്ടല്ലല്ലേ എടുക്കുന്നത്, എന്റെ മകനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലേ, ഇനി ഒരു പക്ഷേ എന്റെ മകൻ എന്തോ സംഭവിച്ചു കാണുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ട് അങ്ങ് താഴത്തേക്ക് ഇരിക്കുന്നുണ്ട്. അച്ഛനാന്നുണ്ടെങ്കിൽ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ നൈറ്റ് ആവുമ്പോൾ നമ്മുടെ ജിന്നെയാണ് കാണിക്കുന്നത്. ഉള്ള വെളുപ്പിന് പുറത്ത് ഒന്നുകൂടി വെളുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് അവൻ ലോഷൻസ് ഒക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം അവനാണെങ്കിൽ പിക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി പോണ്. പി എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അതാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് അടുത്ത ടൈപ്പ് ചെയ്യാണ് പി നിനക്ക് എന്നെ പറ്റിയിട്ട് എന്താ തോന്നുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അതിനുശേഷം അവിടെ ഒരു ഫോട്ടോ എടുപ്പുണ്ട്. നമ്മുടെ പിയുടെ ഫോട്ടോ ഉണ്ട്. ഫുട്ബോൾ കളിക്കുമ്പോൾ അവന്റെ ഒരു ഫോട്ടോ എടുത്തേക്കുണ്ടായിരുന്നല്ലോ, ആ ഒരു ഫോട്ടോയ്ക്ക് അവൻ കൈ വെച്ചിട്ട് ടച്ച് ചെയ്ത് നോക്കുവാണ്. അങ്ങനെ അടുത്ത ദിവസം പി ആണെങ്കിൽ ഫോണിൽ ന്യൂസ് കണ്ടോണ്ടിരിക്കുകയാണ്. നോണിനെയും എങ്ങനെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ന്യൂസ് ആണ്. ഇപ്പൊ ഇവന് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. ആ ഒരു ടൈമിൽ ഇതൊന്നും അറിയാതെ പാവം നമ്മുടെ ജിന്നാന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ഹായ് പി എന്ന് പറഞ്ഞുകൊണ്ട് പിയുടെ അടുത്തേക്ക് വരികയാണ്. പി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് എന്തോ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. എന്ത് പറ്റി, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ വല്ല ഹെൽപ്പ് ചെയ്യണോ എന്നൊക്കെ ജിൻ ചോദിക്കുമ്പോഴേ എന്തോന്ന് ഹെൽപ്പ്, ഞാൻ നിന്റെ അടുത്ത് വല്ലതും ചോദിച്ചോ, എനിക്ക് വല്ല ഹെൽപ്പ് വല്ലതും വേണമെന്നൊക്കെ. ഇദ്ദേഹം ജിന്നാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം വന്നിട്ട് നീ എന്തിനാ എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, എന്തിനാ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ പി ആണെങ്കിൽ തെറ്റിദ്ധാരണ എനിക്കല്ല നിനക്കാണുള്ളത്, അതൊക്കെ മാറ്റണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടാന്റെ അടുത്ത് നിന്ന് കോൾ വരികയാണ്. കോൾ അറ്റൻഡ് ചെയ്ത പോലെ തന്നെ ടാൻ പറയുന്നത് അവനെ വന്ന് മീറ്റ് ചെയ്യാനാണ്. ഇദ്ദേഹം പി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വരണമെന്ന് ചോദിക്കാണ്. അതെന്താ നിനക്ക് ഇപ്പൊ വന്നാലേ, ഇപ്പൊ നിന്റെ അടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കാണ്. ഇദ്ദേഹം നമ്മുടെ പി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജിന്റെ പേര് പറയാതെ ഞാൻ വരാന്നൊക്കെ പറയാണ്. അങ്ങനെ കോള് കട്ട് ചെയ്തതിനു ശേഷം ജിന്റെ അടുത്ത് പറയുന്നുണ്ട് നമുക്കിടയിലെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്, ഇനി അതിനപ്പുറത്തേക്ക് നിനക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിലേക്ക് ഇടയ്ക്കൂടെ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അവിടുന്ന് പോകുന്നുണ്ട്. ഇദ്ദേഹം ചിന്നാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം വരികയാണ്. അവൻ നന്നായിട്ട് കരയുന്നുണ്ട്. അങ്ങനെ 2 വർഷം കഴിയാണ്. 2 വർഷം കഴിഞ്ഞ ശേഷം ഒരു ലാബ് മാതിരിയുള്ള സ്ഥലത്ത് വരുന്നുണ്ട്. നമ്മൾ ടാൻ ആണെങ്കിൽ എന്തൊക്കെയോ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് അവനാണെങ്കിൽ കോള് വരുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്ത പോലെ തന്നെ അവനാണെങ്കിൽ അവിടുന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. അവൻ നേരെ വരുന്നത് ഈ മരിച്ചുപോയവരൊക്കെ അടക്കം ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്കാണ്. അവിടേക്ക് വന്നിട്ട് അവൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ടാന്റെ അമ്മ മരിച്ചു പോയിക്കാണ്. അപ്പൊ അവിടേക്ക് അച്ഛൻ വരുന്നുണ്ട്. അച്ഛനെ കണ്ടപാടെ തന്നെ അമ്മയ്ക്ക് മുമ്പേ തന്നെ അസുഖമുള്ള കാര്യം എന്നെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു, എന്തുകൊണ്ട് ഇത്രയധികം ലേറ്റ് ആയിട്ട് എന്റെ അടുത്ത് പറഞ്ഞു എന്നൊക്കെ അവൻ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോഴേ ഞങ്ങൾ വിചാരിച്ചത് നീ ഇംഗ്ലണ്ടിലാണെന്നാണ്, അപ്പൊ നീ കൂടി വിഷമിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് നിന്റെ അടുത്തൊന്നും പറയായിരുന്നത്. അമ്മയ്ക്ക് മുമ്പേ തന്നെ ഡിപ്രഷന്റെ അസുഖം ഉണ്ടായിരുന്നു. നോണ്ടെ കാണാതായപ്പോ മുതലേ കുറച്ചുകൂടി അത് കൂടി. അങ്ങനെ മെഡിസിൻസ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിന്നെ നോക്കി, നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ ഇംഗ്ലണ്ടിലല്ലായിരുന്നെന്ന്. ഞങ്ങൾ നിന്നെ എങ്ങനെ പഠിപ്പിച്ചതെന്ന് എനിക്കറിയാവോ, ഞങ്ങളെ വീട് വരെ വിറ്റിട്ടാണ് നിന്നെ പഠിപ്പിച്ചത്. ഇപ്പൊ നോക്കി എനിക്ക് ചെല്ലാൻ പോലും ഒരിടമില്ല, നീ ശരിക്കും ഒരു കള്ളനാണ്, നീ ഞങ്ങളെ പറ്റീച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് സംസാരിക്കുകയാണ്. അച്ഛനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് സംസാരിക്കുന്ന കേൾക്കുമ്പോഴേ അച്ഛൻ ഞാൻ ഇവിടേക്ക് വന്നത് നോണിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോവായിരുന്നു എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. ഓഹോ, അങ്ങനെ നീ നിന്നിട്ട് അതിന് വല്ല പ്രയോജനം വല്ല ഉണ്ടായോ, നോക്കി നിന്റെ അമ്മയെ നോനെ കണ്ടുപിടിക്കേണ്ടി തന്നെയാണ്. അതിനല്ലേ നിന്റെ അമ്മ മരിച്ചു പോയില്ലേ, ഇനി അവനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെ കൊണ്ട് കണ്ടുപിടിക്കാനും പറ്റത്തില്ല. പക്ഷെ നീ ഒരു കള്ളനാണ്, നിന്റെ അമ്മ നേരത്തെ മരിച്ചു പോയത് കാര്യമായി, നിന്റെ അമ്മയ്ക്ക് ഇതൊന്നും അറിയണ്ടല്ലോ, നീ ഒരു കള്ളനാണെന്നൊക്കെ ഇതും പറഞ്ഞിട്ട് അച്ഛൻ അവിടുന്ന് പോകുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ അകത്തേക്ക് കയറി വന്നിട്ട് അമ്മയെ അടക്കം ചെയ്ത ആ ഒരു സ്ഥലത്ത് നിന്ന് ഭയങ്കരമായിട്ട് കരയാണ്. അതിനുശേഷം അവൻ അവിടെ നിന്ന് മാറിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോയി ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇവിടെ അച്ഛനാണെങ്കിൽ സൂസൈഡ് ചെയ്യാൻ വേണ്ടി പോണേ. ഇതൊന്നും നമ്മുടെ ടാൻ അറിയുന്നില്ല. പെട്ടെന്ന് തന്നെ
അങ്ങനെ ആംബുലൻസ് പോകുന്ന സൗണ്ട് കേൾക്കുമ്പോഴാണ് ഇവനും അവിടേക്ക് ഓടിച്ചത് നോക്കുന്നത്. അവിടെ എന്നുണ്ടെങ്കിൽ അച്ഛൻ മരിച്ചു കിടക്കാണ്. ഇതെല്ലാം കൂടി ആകുമ്പോഴേ നമ്മുടെ ടാനാന്നുണ്ടെങ്കിൽ താങ്ങാനേ പറ്റുന്നില്ല. നമ്മൾ മുമ്പ് കണ്ടായിരുന്നല്ലോ ലാബ് മാതിരി സ്ഥലം, അവിടേക്ക് വന്നിട്ട് ടാനാണെങ്കിൽ സിഗരറ്റ് വലിക്കുന്നുണ്ട്. സിഗരറ്റ് വലിച്ച പാടെ തന്നെ ഇവനാന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഹാലോ സ്റ്റേഷൻ ഉണ്ടാവാണ്. ഹാലോ സ്റ്റേഷനിൽ നമ്മുടെ നോൺ വന്നിട്ട് സംസാരിക്കാണ്. എന്നെ ഉപദ്രവിച്ചിട്ട് കണ്ടുപിടിക്കാൻ നിന്നെ കൊണ്ട് പറ്റിയില്ലല്ലേ, നീ എന്നെ ഹെൽപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് ക്ഷമിച്ചുതരാം. പെട്ടെന്ന് തന്നെ ഇത് പറഞ്ഞിട്ട് നോണാന്നുണ്ടെങ്കിൽ മറിഞ്ഞു പോവാണ്. നോൺ മറിഞ്ഞു പോകുമ്പോഴേ ടാനാന്നുണ്ടെങ്കിൽ നോൺ പോലെ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടും ബഹളം എടുത്തോണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ അവിടേക്ക് പി വരുന്നുണ്ട്. പി വന്ന പാടെ തന്നെ ഇവന് ബോധപ്പെട്ടാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു തരത്തിലും ബോധം വരുന്നില്ല. പോയി ചെന്നിട്ട് വേറൊരു സിഗരറ്റ് വലിച്ചിട്ട് ആ ഒരു പുകയാന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ടാന്റെ മുഖത്തേക്ക് ഊതുവാണ്. അങ്ങനെ ഊതുമ്പോഴേ നമ്മുടെ ടാനാന്നുണ്ടെങ്കിൽ ബോധം വരുന്നുണ്ട്. ബോധം വന്ന പാടെ തന്നെ പി എടുത്ത് സോറി ചോദിക്കുന്നുണ്ട്. പി ഞാൻ ഇത് വേണമെന്ന് വെച്ചിട്ടല്ല ചെയ്തത്, നിന്നെയും കൂടി ഞാൻ കഷ്ടത്തിലാക്കില്ലേ, നീയും കൂടി ഇത് കാണാൻ അനുഭവിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആ ഒരു സീൻ കരായിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പി ആണെങ്കിൽ അവന്റെ റൂമിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അവന്റെ ഫോണിലേക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ഇവൻ എടുത്ത് വെച്ച് നോക്കുമ്പോൾ അത് അവരുടെ ഗ്രൂപ്പിൽ നിന്നുള്ള മെസ്സേജ് ആണ്. അപ്പൊ ജിൻ മെസ്സേജ് ഇട്ടേക്കാണ് അവന്റെ ഉടനെ തന്നെ അമേരിക്കയിലേക്ക് പോകും, തിരിച്ചു വരാനുള്ള പ്ലാനിങ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത് കാണുന്ന നമ്മുടെ പി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാടി എഴുതിക്കുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ജിന്നെ വിളിക്കുകയാണ്. പക്ഷേ ജിന്നാന്നുണ്ടെങ്കിൽ കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഇവൻ ഗ്രൂപ്പിൽ നോക്കുമ്പോൾ പോറാന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇടുന്നുണ്ട്, എന്തായാലും ജിന്ന് പോവല്ലേ, അപ്പൊ അവന് വേണ്ടിയിട്ട് ഒരു പാർട്ടി നടത്തണ്ടേ, എവിടെ വെച്ചാൽ പാർട്ടി നടത്തേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോരോ സ്ഥലം പറയുന്നുണ്ട്. അപ്പൊ ടാൻ പറയുന്നത് അന്ന് നിങ്ങൾ എല്ലാവരും കൂടി പോയിച്ചെന്ന് ആ ഷൂട്ട് ചെയ്ത ആ ഒരു വീഡിയോയില്ലേ, നമുക്ക് അവിടെ വെച്ച് നടത്താന്നൊക്കെ. അപ്പൊ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അവിടെ വെച്ച് പാർട്ടി നടത്താന്നുണ്ടെങ്കിൽ അവര് ഡ്രിങ്ക് ചെയ്താലും ബഹളം വെച്ചാലും പുറത്താരും അറിയത്തില്ലല്ലോ. അതൊക്കെ ആലോചിച്ചിട്ടാണ് ഇപ്പൊ നമ്മുടെ പിയാന്നുണ്ടെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് നേരെ ജിന്നെ കാണാൻ വേണ്ടി വരുവാണ്. വീടിന്റെ പുറത്ത് നിന്നുകൊണ്ട് അവനെ ഉറക്കെ വിളിച്ചു പോകുന്നുണ്ട്, ജിൻ നീ ഇപ്പൊ അമേരിക്കയിലേക്ക് പോകുന്നത് എന്നെ അവോയ്ഡ് ചെയ്യേണ്ടി മാത്രമല്ലേ, എന്തിനങ്ങനെ ചെയ്യുന്നത്, എന്താ എന്റെ അടുത്ത് ഒന്ന് സംസാരിക്കാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ജിന്നാന്നുണ്ടെങ്കിൽ 2 വർഷമായിട്ട് പി എടുത്ത് മിണ്ടത്തേ ഇല്ല. ജിന്നാണെങ്കിൽ വിൻഡോയുടെ അടുത്ത് വന്നിട്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ പിയെ കാണാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ അതിനുശേഷം നമ്മുടെ പിയാന്നുണ്ടെങ്കിൽ ടാനെ മീറ്റ് ചെയ്യാണ്ടി വരികയാണ്. അപ്പൊ പി ആണെങ്കിൽ ടാൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തോരാ നീ ആ ഒരു സ്ഥലം തെരഞ്ഞെടുത്തതെന്നൊക്കെ. ആ ഒരു സ്ഥലമാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്ലേസ്, അവിടെ ചെല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇതൊന്ന് പ്രയോഗിച്ച് നോക്കാലോ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് ഇവനാന്നൊരു സിഗരറ്റ് മാതിരി ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അതിനകത്തുള്ള ആ ഒരു മരുന്ന് എന്ന് പറയുന്നത് അത് നമ്മുടെ ടാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത മരുന്നാണ്. അപ്പൊ ആ ഒരു മരുന്ന് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഹാലുസിനേഷൻ അധികമായിട്ട് വരും. അത് യൂസ് ചെയ്യാൻ പറ്റിയ സ്ഥലം ആ ഒരു സ്ഥലമാണെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിനകത്ത് അവർ പേടിക്കുന്ന കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പതിയെ പതിയെ പുറത്തു വരും. അത് ശരിക്കും നടക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നൊക്കെ ടാൻ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന് പി ആണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് അവരാരും മരിച്ചു പോകത്തില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, അവര് മരിച്ചു പോകുന്നില്ല, അവർക്ക് ഹാലുസിനേഷൻ അധികമായിട്ട് തോന്നും, അത്രമാത്രമേ സംഭവിക്കത്തുള്ളൂ. ഈ ഒരു എക്സ് മാർക്ക് കൊടുത്തിട്ടുള്ളതെല്ലാം നോർമൽ ആയിട്ടുള്ളതാണ്, അല്ലാതെ എല്ലാം ഹാലുസിനേഷൻ ഉണ്ടാക്കുന്ന ഡ്രഗ്സ് ആണ്. അതുകൊണ്ട് നീ അതൊക്കെ നോക്കി വേണം എടുക്കാനെന്നൊക്കെ നമ്മുടെ പി എടുത്ത് പറയുന്നുണ്ട്. ഇപ്പോഴാണ് സ്റ്റോറിക്ക് ഒരു വ്യക്തത വന്നത്. ആക്ച്വലി ഇവർ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു മാസ്ക് ഇട്ട ആളോ അല്ലെങ്കിൽ ഒരു ഗോസ്റ്റോ അതെല്ലാം വെറുതെയാണ്. അതെല്ലാം ഇവരുടെ ഒരു ഹാലുസിനേഷൻ മാത്രമാണ്. ഇവർക്ക് ഓൾറെഡി ആ ഒരു കാര്യത്തിലൊക്കെ പേടി ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ നോണാന്നുണ്ടെങ്കിൽ മാസ്ക് ഇട്ടുകൊണ്ട് വന്നിട്ട് ഇവരെ ഉപദ്രവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. പെട്ടെന്ന് അവനെ കാണാതെ പോവുകയൊക്കെ ചെയ്തു. ആ ഒരു ടെൻഷനും കാര്യങ്ങളാണ് ഈ ഡ്രഗ്സ് യൂസ് ചെയ്ത വഴി അവരെ ഒരു ഹാലുസിനേഷൻ ആയിട്ട് വന്നത്. ഇപ്പൊ പ്രസന്റ് ലൈഫിലേക്ക് വരികയാണ്. പ്രസന്റ് ലൈഫില് ടീക്ക് ആണ് ആ ഒരു ഗണ്ണ് കിട്ടുന്നത്. ടീ ആ ഒരു ഗണ്ണ് എടുക്കുന്ന കണ്ട പോലെ തന്നെ ഫ്ലൂക്കാന്നുണ്ടെങ്കിൽ ടാന്റെ അടുത്തുനിന്ന് മാറിയിട്ട് അവൻ നേരെ വന്ന് ടീയുടെ അടുത്തേക്കാണ്. ടീയുടെ അടുത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് ആ ഒരു ഗണ്ണ് പിടിച്ചു വലിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കുന്നില്ല. നമ്മുടെ ഫ്ലൂക്കാന്നുണ്ടെങ്കിൽ നേരെ താഴേക്ക് വന്ന് വീഴുവാണ്. നമ്മുടെ ടീ ആന്നുണ്ടെങ്കിൽ ആ ഒരു ഗണ്ണ് ഫ്ലൂക്കിന്റെ നേർക്ക് എയിം ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ ടാനാന്നുണ്ടെങ്കിൽ ഒരുമാതിരി നോൺ എങ്ങനെയാണോ സൈക്കോ പോലെ ചിരിച്ചത് അതേപോലെ തന്നെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുന്നത്. അപ്പൊ ഓക്കെ, ബൈ.